സോ ദർ ആർ പീപ്പിൾ വിത്ത് ബ്രില്യൻ്റ് ഐഡിയാസ്. അപ്പം അവരുടെയൊക്കെ ഒരു മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓർ ഫണ്ടിങ് ഒക്കെ ആയിരിക്കും. സോ ഹൗ ക്യാൻ ദ മാനേജ് ഇറ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഓവർകം ചെയ്യാം? സത്യത്തിൽ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഫാക്ടേഴ്സ് നോക്കുന്ന സമയത്ത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഫണ്ടിങ് കണ്ടെത്തുക എന്നുള്ളത്. ഫണ്ടിങ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അവിടെയാണ് നമ്മൾ നേരിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ട്, ഒരു ഫണ്ടിങ് റൗണ്ടിൽ എനിക്ക് ഫണ്ട് റേസ് ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുക. പക്ഷെ അതിൻ്റെ മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐഡിയ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഐഡിയ വാലിഡേറ്റ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് ക്ലാരിറ്റി കിട്ടും, എന്താണ് അതിലെ ഓപ്പർച്യൂണിറ്റി, അതിലെങ്ങനെയാണ് അതിൻ്റെ റവന്യൂ വരുന്നത്. അപ്പം അതിലാണ് നമുക്ക് ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റുക. അപ്പോഴാണ് ഒരാൾ ഫണ്ട് ചെയ്യാൻ. പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിലാണ് അങ്ങനെ. അപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് സ്ട്രാപ്പ് ചെയ്യലാണ്. നമുക്ക് തന്നെ സ്വയം കണ്ടെത്തുകയാണെങ്കിൽ അത്രയും നല്ലത് അതാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആ ഒരു സർക്കിളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐഡിയ നമുക്ക് നന്നായിട്ട് പിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റൈസ് ചെയ്യാൻ പറ്റും. പിന്നെ VCs ഉണ്ട്, അതേപോലെ തന്നെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ഗവൺമെൻറ് സ്കീംസ് കുറേ ഉണ്ട്, അതേപോലെ ഇൻവെസ്റ്റിംഗ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടത് പ്രോപ്പറായിട്ടൊരു പിച്ച് ഡെക്ക് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്.